ഇ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽപാത പദ്ധതിയിൽ തീരുമാനമുടനുണ്ടാവില്ല. നിലവിലുള്ള രൂപത്തിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്നും റെയിൽ പദ്ധതിയുടെ കാര്യത്തിലുണ്ടായ അബദ്ധങ്ങൾ ആവർത്തിക്കരുതെന്നും വിദഗ്ധ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകി. വിശദമായ പഠനത്തിന് ശേഷമേ തീരുമാനമെടുക്കൂവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇതിൽ എത്ര യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പാരിസ്ഥിതിക പഠനം ഇതൊന്നും നടത്താതെ അതാണ് നമുക്ക് റെയിലിന് പറ്റിയ ഒരു അപകടം ഇതിൻ്റെ അകത്ത് ആവർത്തിക്കരുത് എന്നാണ് ശുപാർശ. 3-4 കാര്യങ്ങളിൽ സ്വതന്ത്രമായി പഠനം നടത്തണം. ഒന്ന്, ചരക്ക് ഗതാഗത സാധ്യതകൾ. ഇതിപ്പോൾ പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ട്രാക്ക് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തുറമുഖാധിഷ്ഠിത വികസനത്തെക്കുറിച്ചും വിമാനത്താവള അധിഷ്ഠിത വികസനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഈ ലോജിസ്റ്റിക്സ് മൂവ്മെന്റ് ഇല്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ ലോജിസ്റ്റിക്സ് മൂവ്മെന്റ് ഇല്ലാതെ പാസഞ്ചേഴ്സ് ട്രെയിൻ കൊണ്ട് മാത്രം ഇത് നമുക്ക് വരുമാനവും നമ്മൾ ചെലവാക്കുന്ന പണം അത് തിരിച്ചടയ്ക്കാനും ഒക്കെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകും എന്നുള്ളതൊരു പ്രശ്നമാണ് അവർ തന്നിരിക്കുന്നത്. അതിവേഗ റെയിൽ പദ്ധതി സംബന്ധിച്ച് ഇ ശ്രീധരൻ നൽകിയ റിപ്പോർട്ട് അപൂർണം എന്നാണ് സർക്കാർ വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. വേഗ റെയിൽ പദ്ധതിയുടെ സാധ്യതകൾ, യാത്രക്കാരുടെ എണ്ണം എന്നിവ സംബന്ധിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ട് അനിവാര്യമാണ്. ചരക്ക് നീക്കം കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ പദ്ധതി ലാഭകരമാവുകയുള്ളൂ. ഈ സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ പഠനം നടത്താനാണ് സർക്കാരിൻ്റെ നീക്കം. ആദ്യഘട്ടത്തിലുള്ള സ്ഥലപരിശോധന, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം തുടങ്ങിയവ ഇപ്പോൾ ആരംഭിക്കേണ്ട എന്നും സർക്കാർ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നു. റെയിലിന് പറ്റിയ അബദ്ധം ആവർത്തിക്കേണ്ട എന്ന നിലപാടാണ് റിപ്പോർട്ടിലെ സൂചന. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.